സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ചടങ്ങുകൾ നടക്കുകയാണ്. ഉദ്ഘാടനത്തിന് വേണ്ടി മുഖ്യമന്ത്രി നിശാഗന്ധിയിൽ എത്തിയിട്ടുണ്ട്. നടൻ കുഞ്ചാക്കോ ബോബനാണ് മുഖ്യാതിഥി. ആ പ്രകൃതിയുടെ കൊയ്ത്തുത്സവങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷങ്ങൾ ഇതോടെ തുടങ്ങുകയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. നിശാഗന്ധി ഓഡിറ്റോറിയം, നിശാഗന്ധിയിൽ നിറഞ്ഞ് ആളുകൾ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സവാദ്, എല്ലാ വർഷവും ആളുകളുടെ ഒരു വലിയ പങ്കാളിത്തം സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഇത്തവണയും മാറ്റമൊന്നുമില്ല. പരിപാടികളൊക്കെ തുടങ്ങിയോ? മുഖ്യമന്ത്രി എത്തിയോ? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് സവാദ്? ഓണം ടൂറിസം വാരാഘോഷം 2026 ഇനി എന്നും പൂക്കാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങ് ഇവിടെ നടക്കാൻ പോവുകയാണ്. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ ഓണാഘോഷങ്ങൾക്ക് തുടക്കം മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശശി തരൂർ MP ഉണ്ട്, മന്ത്രിമാരൊക്കെയുണ്ട്. കെ മുരളീധരനും അതുപോലെ തന്നെ PC വിശ്വനാഥും CP ജോണും ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മറ്റ് MLA-മാർ, ജനപ്രതിനിധികൾ ഒക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഒപ്പം ഇത് കാണുന്നതിനായി ആളുകളുടെ വലിയ ഒരു ഒഴുക്ക് തന്നെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലേക്ക് ഉണ്ട്. അപ്പോൾ ഔദ്യോഗിക ചടങ്ങ് ഏതാനും സമയത്തിനകം ആരംഭിക്കും. ആ ചടങ്ങ് പൂർത്തിയായി അതിനുശേഷമാണ് നടി ശോഭന അവതരിപ്പിക്കുന്ന നൃത്തശില്പം. അത് ആണ് ഇന്നത്തെ ഒരു പരിപാടി. ഈ ഉദ്ഘാടന ചടങ്ങിലെ ഒരു മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് അതാണ്. അത് കാണുന്നതിന് വേണ്ടിയാണ് ധാരാളം ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനുശേഷം KS ഹരിശങ്കറിന്റെ ഗാനമേളയും ഇന്നത്തെ ദിവസമുണ്ട്. പല വേദികളിലായിട്ടാണ് അടുത്ത ഒരാഴ്ച നിരവധി പരിപാടികൾ, കലാപരിപാടികൾ, ഗാനമേളകളുണ്ട്, നൃത്തങ്ങളുണ്ട്, പല ടൈപ്പുള്ള ആഘോഷ പരിപാടികൾ തിരുവനന്തപുരത്തെ വിവിധ വേദികളിലായി ഒരേ സമയം നടക്കും. ഒപ്പം എല്ലാ വർഷത്തെയും പോലെ തിരുവനന്തപുരം നഗരത്തെ പൂർണ്ണമായും ദീപാലങ്കൃതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ അതിന്റെ പണി പൂർത്തിയായി. ഇന്നലെ തന്നെ ലൈറ്റ് ഓൺ ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ നിലക്ക് ആ കാഴ്ച കാണാൻ തന്നെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഈ ലൈറ്റ് കാണാൻ വേണ്ടി മാത്രം തിരുവനന്തപുരം നഗരത്തിൽ എത്തും. അതിനും യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ഇപ്പോൾ ഇന്നും നാളെയും ഒക്കെ ഓണം പർച്ചേസിലേക്ക് ഒരു തിരക്കാണ്. ആ തിരക്ക് കൂടി കഴിഞ്ഞ് ഓണത്തിന്റെ തിരുവോണ ദിവസത്തേക്ക് കടക്കുന്നതോടുകൂടി പൂർണ്ണമായും ഉത്സവത്തിന്റെ ഒരു പരകോടിയിലേക്ക് ഇവിടുത്തെ തിരുവനന്തപുരത്തെ കാര്യങ്ങളെല്ലാം എത്തും എന്നുള്ളതാണ്. ഏതായാലും വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ ഓണാഘോഷമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒട്ടും കുറവ് വരുത്തരുത് എന്നൊരു നിർബന്ധം സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും പഴുതടച്ചുള്ള ഒരുക്കങ്ങളും ആസൂത്രണവുമാണ് ഈ ഓണാഘോഷ പരിപാടികൾക്കും ഉള്ളത്. ഏതായാലും അല്പസമയത്തിനകം ഉദ്ഘാടനം ആരംഭിക്കും. ശരി സവാദ്.